രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ചരിത്രപരമായ പരിഷ്കാരത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു. 2 പതിറ്റാണ്ടുകളിലേറെയായി നിലനിൽക്കുന്ന ഈ നിയമത്തിന് പകരമായി കൂടുതൽ ലക്ഷ്യബോധമുള്ളതും നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതുമായ വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2025 അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതാനുള്ള VBG റാംജി ബിൽ രാജ്യസഭയും പാസാക്കി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നേരത്തെ ബില്ലിനെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇതെന്നും അവരെ ജനം വഴിയിലൂടെ നടക്കാൻ അനുവദിക്കില്ല എന്നും ജനങ്ങളെ പിച്ചക്കാരാക്കാനാണ് ഈ ബില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിക്കുന്നു. മധ്യപ്രദേശിൽ നിന്നും ദില്ലിയിലേക്ക് വന്നതോടെ ശിവരാജ് സിംഗ് ചൗഹാൻ പാവങ്ങളെ മറന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിനിടെ ട്രഷറി ബെഞ്ചിന് നേരെ പ്രതിപക്ഷ അംഗങ്ങൾ നീങ്ങി. നിങ്ങൾക്ക് ജനാധിപത്യത്തോട് ബഹുമാനമില്ല എന്ന് സഭാധ്യക്ഷൻ പറഞ്ഞു. ആവശ്യപ്പെട്ടത്ര ചർച്ച നടത്തിയിട്ടും ഇത്തരത്തിൽ പ്രവർത്തിച്ച അംഗങ്ങളെ തെരഞ്ഞെടുത്തവർ ഇത് കാണണമെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ഭരണപക്ഷം ജയ് ശ്രീറാം വിളിച്ചു. അർദ്ധരാത്രി സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയും ചെയ്തു. ശിവരാജ് സിംഗ് ചൗഹാന് എതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ കൊല്ലുകയാണ് എന്ന് സഭയിൽ കേന്ദ്രമന്ത്രി വിമർശിച്ചു. പുതിയ പദ്ധതി പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുമെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. വേതന വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും ജോലിക്ക് ഹാജരാകുന്നതിലെ കൃത്യത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചതോടെ കഴിഞ്ഞ ദിവസം ബിൽ അവതരിപ്പിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. ബിൽ പ്രകാരം 60:40 എന്ന രീതിയിൽ പദ്ധതി വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ വീതിക്കും. നേരത്തെ പദ്ധതി വിഹിതത്തിന്റെ 100% കേന്ദ്ര സർക്കാരായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ പദ്ധതി വിഹിതം 90:10 എന്ന അനുപാതത്തിൽ വീതിക്കും. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയല്ല ചെയ്തത് എന്നും പുതിയ പദ്ധതിയാണ് ഇതെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ സഭയിൽ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷം ബില്ല് വലിച്ചുകീറി പ്രതിഷേധിച്ചു. പിന്നാലെ ബഹളത്തിന് കീഴടങ്ങില്ല എന്ന് ചൗഹാൻ വ്യക്തമാക്കി. തൊഴിലുറപ്പ് പദ്ധതി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പേര് മാറ്റണമെന്നാണ് നേരത്തെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നത്. ഇതിനെ BJP നേതാക്കൾ പരസ്യമായി സ്വാഗതം ചെയ്യുകയും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പേര് മാത്രമല്ല, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന പേരിൽ പദ്ധതി മൊത്തത്തിൽ പൊളിച്ചെഴുതുകയാണ്. പാർലമെന്റിൽ അവതരണത്തിന് മുന്നോടിയായി ബിൽ MP-മാർക്ക് ലഭിച്ചപ്പോഴാണ് അത് വ്യക്തമായത്. VBG റാംജി എന്നാകും പദ്ധതിയുടെ ചുരുക്കപ്പേര്. അതേസമയം പദ്ധതിക്കായി അംഗീകരിച്ച തൊഴിലുകളിൽ കാര്യമായ മാറ്റമുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ ഗ്രാമങ്ങളിലെ അടിസ്ഥാന വികസനത്തിനായി പൊതുമരാമത്ത് പ്രവർത്തികളെ ശാക്തീകരിക്കാനും ജലസംരക്ഷണം, അനുബന്ധ ജോലികൾ, ഗ്രാമീണ വികസനം, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ ചെറുക്കാനുള്ള പ്രവൃത്തികൾ മുതലായവയാണ് ജോലിയിൽ അംഗീകരിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാർഷിക സീസണുകളിൽ പദ്ധതി പ്രകാരം തൊഴിൽ നൽകാൻ പാടില്ല എന്നും കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് ഇത് എന്നും ബില്ലിൽ പറയുന്നു. അപേക്ഷിച്ച 15 ദിവസത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിൽ വേതനത്തിന് അർഹതയുണ്ടായിരിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. കേന്ദ്ര ഗ്രാമീണ റോസ്ഗാർ കൗൺസിലാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുക. നേരത്തെ ഗ്രാമീണ വികസന മന്ത്രാലയമായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത്. പദ്ധതിയുടെ ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. ഡിസംബർ 19-ന് VBG റാംജി ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത വേദി അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക, ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പ്രതിഷേധം നടത്തും. കർഷകരും തൊഴിലാളികളും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ബില്ലിന്റെ പേരിൽ പ്രശ്നമുണ്ട് എങ്കിലും അതിനേക്കാൾ വലിയ പ്രശ്നം അതിന്റെ ഉള്ളടക്കത്തിലാണ് എന്നും അഭിമാനത്തോടെ ജീവിക്കാൻ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന അവകാശത്തെ തകർക്കുകയാണ് ബിൽ എന്നും CPI നേതാവ് ആനി രാജ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രാമീണ മേഖലയെ ഉയർത്താനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഇത് എന്നും തൊഴിലുറപ്പ് പദ്ധതിയെ കാലോചിതമായി നവീകരിച്ച് കൂടുതൽ ഫലപ്രദമാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാരും പറഞ്ഞുവെക്കുന്നു.